ആഡംബരത്തിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ പ്രകാശത്തിൻ്റെ പിന്നിൽ ഒരു തെറ്റായ ബന്ധത്തിൻ്റെ ഇരുണ്ട നിഴൽ വളരുകയാണ്. സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്നതായ ഒരു ഭരണാധികാരിയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ ധൈര്യമായി വരികയാണ്. അവൻ രാജാവായിരുന്നില്ല, അവന് സൈന്യവുമില്ലായിരുന്നു. എന്നാൽ അവൻ്റെ അധരങ്ങളിൽ ദൈവത്തിൻ്റെ സത്യം ജ്വലിക്കുകയാണ്. അവൻ പറയുന്നു, അത് നിനക്ക് യോഗ്യമല്ല. മറ്റൊരാളുടെ ജീവിതം ചതിച്ച് സന്തോഷം നിർമ്മിക്കാനുമാവില്ല. സത്യം ചിലപ്പോൾ മനുഷ്യരുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കും. സത്യവാക്ക് കേൾക്കാൻ മനസ്സില്ലാത്തവർ ആ ശബ്ദത്തെ മൗനമാക്കുവാൻ ശ്രമിക്കും. ഇവിടെയും അതുതന്നെ സംഭവിക്കുന്നു. സത്യത്തിൻ്റെ ശബ്ദം തടവറയുടെ ഇരുളിൽ മൗനമായി കിടക്കുന്നു. മറ്റൊരാളുടെ ജീവിതം തകർത്ത് നിർമ്മിക്കുന്ന സന്തോഷം ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നില്ല. ഈ തപസ്സിൻ്റെ യാത്രയിൽ ദൈവം നമ്മോട് ചോദിക്കുന്നതായ ആ ചോദ്യം ഇതുതന്നെയാണ്: നാം നടക്കുന്നത് സത്യത്തിൻ്റെ വഴിയിലാണോ, അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ വഴിയിലാണോ? ആ സത്യത്തിൻ്റെ പാതയിലേക്ക് നമുക്കും യാത്രയാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.